മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ആലപ്പുഴ കൈനഗരിയിൽ ഗർഭിണിയെ കൊന്ന് കായലിൽ തള്ളിയ കേസിൽ ഇപ്പോൾ വിധി വന്നിരിക്കുകയാണ്. ഒന്നാം പ്രതിക്ക് വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. മലപ്പുറം നിലമ്പൂർ സ്വദേശി പ്രബീഷിനാണ് വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത്. ആലപ്പുഴ കൈനഗരിയിൽ ഗർഭിണിയെ കൊന്ന് കായലിൽ തള്ളിയ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. മലപ്പുറം നിലമ്പൂർ സ്വദേശിയായ പ്രജനീഷിനാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 2021 പുന്നപ്ര സ്വദേശി അനിതയെ സുബീഷും വനിതാ സുഹൃത്തും രജനിയും ചേർന്ന് കൊലപ്പെടുത്തിയ ശേഷം കായലിൽ തള്ളിയത്. വിവാഹിതനായ പ്രജീഷ് ഒരേ സമയം വിവാഹിതരായ അനിതയും രജനിയുമായി അടുപ്പത്തിലാവുകയായിരുന്നു. അനിത ഗർഭിണിയായതിന് പിന്നാലെ ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. പാലക്കാട് ആലത്തൂരിലെ ഒരു ഫാമിൽ ജോലി ചെയ്യുകയായിരുന്ന അനിതയെ ജൂലൈ 9 ആലപ്പുഴയിലേക്ക് വിളിച്ചു വരുത്തി KSRTC ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയ അനിതയെ ഓട്ടോയിൽ രജനിയുടെ കൈനഗരിയിലെ വീട്ടിലെത്തിച്ചു. ശേഷം അനിതയെ പ്രബീഷ് കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. നിലവിളി പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ രജനി വായും മൂക്കും അമർത്തി പിടിക്കുകയായിരുന്നു. ബോധരഹിതയായ അനിത കൊല്ലപ്പെട്ടു എന്ന് കരുതിയാണ് ഇരുവരും ചേർന്ന് ആറ്റിൽ ഉപേക്ഷിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഈ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ആലപ്പുഴയിലെ കൈനഗരിയിലെ ഗർഭിണിയെ കൊന്ന് കായലിൽ തള്ളിയ കേസിലാണ് ഇപ്പോൾ ഒന്നാം പ്രതിക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഒന്നാം പ്രതിയായ മലപ്പുറം നിലമ്പൂർ സ്വദേശി പ്രബീഷിനാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ കേസിൽ പെൺസുഹൃത്തടക്കം കുറ്റക്കാരിയാണ് എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. ആലപ്പുഴ കൈനഗരിയിൽ ഗർഭിണിയെ കൊന്ന കായലിൽ തള്ളിയ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഒന്നാം പ്രതിക്കാണ് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. മലപ്പുറം നിലമ്പൂർ സ്വദേശിയായ പ്രജീഷിനാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 2021 പുന്നപ്ര സ്വദേശിയായ അനിതയെ ഒന്നാം പ്രതിയും വനിതാ സുഹൃത്തായ രജനിയും ചേർന്ന് കൊലപ്പെടുത്തിയ ശേഷം കായലിൽ തള്ളിയത്. വിവാഹിതനായ പ്രജീഷ് ഒരേ സമയം വിവാഹിതരായ അനിതയും രജനിയുമായി അടുപ്പത്തിലാവുകയായിരുന്നു. ഇതിനുശേഷമാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം ഇത്തരത്തിൽ മർദ്ദിക്കുകയും അതിനുശേഷം ഇതൊരു കൊലപാതകത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് കായലിൽ അടക്കം അനിതയെ തള്ളുന്ന ഒരു നിലയുണ്ടായിരുന്നത്. ഗർഭിണിയായ യുവതിയെയാണ് കായലിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഈ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്.